ഹലോ, നമുക്കൊരു ചിക്കൻ മഹാറാണി ഉണ്ടാക്കിയാലോ? മുഗൾ സ്റ്റൈലിൽ നമുക്ക് തുടങ്ങിയാലോ? ചിക്കനിലേക്ക് തൈര് ഒഴിക്കുക, ഗരം മസാല ഇടുക, പെപ്പർ ഇടുക, ഉപ്പിടുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് മഹാറാണിക്ക് വേണ്ട മസാലകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതെല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുളകും കാശ്മീരി മുളകും കസൂരി മെത്തിയും എല്ലാം നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. ഇത് നമുക്കൊരു മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണം. ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് ചൂടാകുമ്പോൾ ബേ ലീഫ് ഇട്ട് കൊടുക്കുക, ഗാർലിക് ഇട്ട് കൊടുക്കുക, ഒണിയൻ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച മസാല ഇതിലേക്ക് പകുതി ഇട്ട് കൊടുത്താൽ മതി. പകുതി പിന്നീട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് ഒരു 7 മിനിറ്റ് ചെറിയ തീയിൽ കുക്ക് ചെയ്യാൻ വെക്കണം. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. 7 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറക്കാം. തുറന്നിട്ട് ബാക്കിയുള്ള മസാലകളെല്ലാം ഇട്ട് കേശു പേസ്റ്റ് അത് കഴുകി ഒഴിച്ച അതിൻ്റെ വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് ഇളക്കി കൂട്ടാം. ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ച് വെക്കണം. ഒരു 10 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്യണം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. മസാല എല്ലാം പറ്റി, വെള്ളമെല്ലാം മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഫ്രഷ് ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീം ഒക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് കസ്തൂരി മെത്തി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൂട്ടണം. കൂട്ടി കഴിഞ്ഞാൽ കസ്തൂരി മെത്തി ഇട്ട് കൊടുക്കുക. കസ്തൂരി മെത്തി പച്ചമുളകും ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയില ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റ് ഇത് അടച്ച് വെക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യാൻ നമുക്ക് മഹാറാണി ചിക്കൻ 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ റെഡിയാക്കി കിട്ടും. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. ചപ്പാത്തിയും പൊറോട്ടയും നാനിൻ്റെ കൂടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.